ചിക്കൻ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്നത് എഴുതി നോക്കാം. നമുക്ക് നോക്കാം എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഈ ചിക്കൻ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മളൊരു ഷീറ്റ് ഉണ്ടാക്കും. ഈ ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഈ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദപ്പൊടി എടുക്കുമ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടിയും ചേർത്തിട്ട് ദോശമാവിന് കലക്കിയെടുക്കണ പോലെ കലക്കിയെടുക്കണം. എന്നിട്ട് നല്ല കനം കുറച്ചിട്ട് ദോശ പോലെ ചുട്ടെടുക്കണം. ഇതിലേക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് ഏറ്റവും ആദ്യം ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിൻ്റെ ചിക്കൻ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിൻ്റെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും തുല്യ അളവിൽ എടുത്തിട്ട് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ അധികം എരിവില്ലാത്ത കുറച്ച് വലിയ ടൈപ്പ് പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. ഇനി നമുക്ക് ചിക്കൻ വെച്ചിട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ചിക്കൻ വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ചിക്കൻ ചേർക്കാം. ഈ 1/4 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. നമ്മൾ എടുത്ത് വെച്ചേക്കണ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് പകുതി ചേർക്കുക. ഞാൻ ഇവിടെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ എടുത്തേക്കുന്നത്, ഇതിൽ നിന്ന് പകുതി ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് വെള്ളം വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് മൂടി വെച്ചിട്ട് ചിക്കൻ നമുക്ക് വേവിക്കാം. മൂടി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് മതി. ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടും ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ തുറന്ന് വെച്ചിട്ട് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ട് ചിക്കൻ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ചിക്കൻ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഈ ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം സവോള ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കരുത്. പച്ചമുളക് ചേർക്കാം. ഈ സവോളയ്ക്ക് നന്നായിട്ടൊന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. സവോള നന്നായിട്ട് മൊരിക്കേണ്ട ആവശ്യമില്ല. സവോള പതുക്കൊന്ന് വഴന്നാൽ മതി. സവോള നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫില്ലിങ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഇപ്പോൾ സവോളയ്ക്ക് ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ഗരം മസാല ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിയും ചേർക്കാം. ഇപ്പോൾ ഫില്ലിങ്ങിനുള്ള നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർക്കാം. കോൺഫ്ലവർ ചേർക്കാം.
നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിന് കലക്കിയെടുക്കുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഒട്ടും തരി ഇല്ലാണ്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നല്ല കനം കുറച്ചിട്ട് ദോശ പോലെ ചുട്ടെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ മാവ് കോരി ഒഴിച്ചിട്ട് നല്ല കനം കുറച്ചിട്ട് ചുട്ടെടുക്കാം. ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറ്റേ സൈഡ് കൊണ്ടും തിരിച്ചിടുക. ഇതെടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ എല്ലാവരും നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളെല്ലാവരും നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ മാവിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാവ് എടുത്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക ഈ ബാക്കിയുള്ള മാവ്. ഇത് നമുക്ക് ഓരോ ഷീറ്റായിട്ട് എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫില്ലിങ് വയ്ക്കുക. നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് വയ്ക്കുക. ഫില്ലിങ് വയ്ക്കുമ്പോൾ കുറച്ച് ഇറക്കിയിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക. ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇത് 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഇനിയും ഏറ്റവും എൻഡിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണ മാവ് കുറേശ്ശെ ഇവിടെ തേച്ച് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കും. ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് ഫോൾഡ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ സീൽ ചെയ്ത് വയ്ക്കുക. ഇതേപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇടാം. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡും തിരിച്ചിടാം. ഇത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഇതൊട്ട് എണ്ണയൊന്നും കുടിക്കില്ല. അത് നമ്മൾ സീൽ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് സീൽ ചെയ്താൽ മതി. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടിയും വറുത്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ സ്പ്രിംഗ് റോള് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാം. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് തണുത്ത പോലെയാവും.